ജെയ്ഡൻ ജെയ്മോൻ. ഹലോ അമ്മ, ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടോ. ഫ്ലൈറ്റ് എടുക്കാറായി. കടങ്ങളെക്കുറിച്ചൊന്നും അമ്മ വിഷമിക്കണ്ട കേട്ടോ. എല്ലാം ഉടനെ ശരിയാക്കാം. ഈ വർഷം തന്നെ നമ്മുടെ പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കും. എല്ലാം തീർത്ത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. കുട്ടികളെ നന്നായി നോക്കണേ. അവിടെ ചെന്നിട്ട് വിളിക്കാട്ടോ അമ്മേ. Ladies and gentlemen, this is your captain speaking. On behalf of the entire crew, I'd like to welcome you aboard. Thanks for flying with us today. അഹമ്മദാബാദിൽ യാത്രാ വിമാനം തകർന്നു വീണു എന്നുള്ള വാർത്ത ഇപ്പോഴെത്തുന്നു. അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകേണ്ടതുണ്ട്. രാജ്യത്ത് നടുക്കി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിമാന ദുരന്തം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിലെ 241 പേർ മരിച്ചു. ഒരാൾ രക്ഷപ്പെട്ടെന്ന് പോലീസ് അറിയിച്ചു. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ തകർന്ന് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. അവർ അമ്മമാരായിരുന്നു, അച്ഛന്മാരായിരുന്നു, കുട്ടികളായിരുന്നു. സ്വപ്നങ്ങളും വാഗ്ദാനങ്ങളും പൂർത്തിയാക്കാത്ത കഥകളും വഹിച്ചുകൊണ്ടുള്ള യാത്രക്കാർ. ചിലർ പ്രതീക്ഷ കണ്ടെത്തുകയായിരുന്നു, മറ്റുള്ളവർ സന്തോഷത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. കടങ്ങൾ പൂർത്തിയാക്കാൻ ഒരു പുതിയ വീട്, വീണ്ടും ഒന്നിക്കാൻ ഒരു കുടുംബം. വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ നമുക്കൊരു നിമിഷം ഓർമ്മിക്കാം. ആകാശം എപ്പോഴും സുരക്ഷിതമായിരിക്കട്ടെ. യാത്രകൾ പൂർത്തീകരിക്കപ്പെടട്ടെ. ഇത്തരം ദുരന്തങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഫ്ലൈറ്റ് അപകടത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ ജെയ്ഡൻ ചെയ്തത്. ഒരു നല്ല കയ്യടി. ഇങ്ങനെയുള്ള പെർഫോമൻസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പണ്ടാരടങ്ങനെ കൊണ്ട് വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല. ഈ പഞ്ചായത്തിന് ഒരു പ്രസിഡന്റ് ഉണ്ട്. ഈ വിളക്കുകാലെ 2 ബൾബ് ഇടാനായിട്ട് പറഞ്ഞിട്ട് പുള്ളി പറയുന്നത് എന്താ അറിയോ? കൈ കാശില്ലെന്നാ, എല്ലാം ചിലവാന്നാ പറഞ്ഞത്. എന്നാ മോനെ ഇവിടെ ഇവിടെ ഒരു പരിപാടി നടക്കുന്നത്? എന്ത് പരിപാടിയാ? അയ്യോ, ഇത് കുട്ടികൾക്കുള്ള ഫാൻസി ഡ്രസ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ കാരണവരെ ആരെയും ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഇവിടെ തുണിയൊന്നും ഇല്ലാഞ്ഞ് കിടന്നു, ഫ്രാൻസിൽ നിന്ന് തുണി കൊണ്ടിരുന്നേ. അയ്യോ, നാട്ടിൽ നിന്നെങ്ങാണ്ട് കെട്ടുപൊട്ടിച്ചു വന്നു. ഇവിടെ ആരെങ്കിലും വന്നാണെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകണം. ഞങ്ങൾക്ക് ഇവിടെ പരിപാടി മുന്നോട്ട് പോകാനുണ്ട്. ദയവ് ചെയ്ത് ഈ കാരണവരെ ഒന്ന് വിളിച്ചോണ്ട് പോകണം. എന്റെ പൊന്നു മോനെ, ഞാനിവിടെ ഈ പരിപാടി ഒന്ന് കണ്ടോട്ടറാ. അല്ല, കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഇവിടെ കയറി അലമ്പുണ്ടാക്കിയാൽ കുട്ടികൾക്ക് എന്തോ ബുദ്ധിമുട്ടാണ്. എന്തോ ഈ പറയുന്നത്? എന്നാൽ ഈ മൂലക്കെങ്ങാണ്ട് ഇരുത്താം അല്ലേ? നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ. ഇച്ചിരി ശല്യമാണ് ഇദ്ദേഹം. പലയിടത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള മോനെ. ആ നസ്രാണിത്തുണ്ടില്ല കൊച്ചനല്ലേ നിൽക്കുന്നത്? ആ നസ്രാണിത്തുണ്ടിലെ റീച്ചാൻ ഇവിടെ ഉണ്ട്. പുള്ളിക്ക് എന്നാ പ്രശ്നം എനിക്കറിയാവോ? ഇല്ല. പണ്ട് ഗൾഫിൽ പോകാൻ പൈസയില്ലെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നതാ. അപ്പൊ പുള്ളി അന്വേഷിച്ചു വന്നാണോ? റീച്ചാൻ ഈ കേസ് ഒന്ന് ഡീൽ ചെയ്യണം. ഞങ്ങൾക്ക് ഇവിടെ പരിപാടി നടത്തേണ്ടതുണ്ട്. എന്റെ പൊന്നു മോനെ, എന്റെ കാതിലുള്ള 2 കടുക്കനെ അടിച്ചോണ്ട് പുള്ളി പോയതാ. ആ പാർട്ടിയാണോ? ഇവിടെ ഭയങ്കര ഡീസന്റ് ആയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. കാണുന്നു. ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം. ഇത് കഴിഞ്ഞ് അപ്പച്ചൻ ഒന്ന് മാറിയിരുന്ന ഞങ്ങൾ പരിപാടി നടത്തട്ടെ. പരിപാടി നടക്കും, ഞാൻ കാണാൻ. ദൈവത്തെ ഒരു തലമുണ്ടാക്കല്ലേ. എങ്ങനെ വന്നത് ഇങ്ങോട്ട്? എന്റെ പൊന്നു മോനെ, വന്ന കാര്യമൊന്നും പറയണ്ട. അതിപ്പോ പറയണ്ട, ഞങ്ങൾ പരിപാടി നടത്തി കഴിഞ്ഞ് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പച്ചൻ വിടുന്നോട്ടെ കേട്ടോ. അടുത്തതായി റയാൻ ഒരു പൈലറ്റായിട്ട് കടന്നു വരികയാണ്. മോനെ ഒറിജിനലാണോടോ പൈലറ്റ്? താങ്ക് യു റയാൻ. ഒരു നല്ല കയ്യടി. നിനക്ക് വിമാനമൊക്കെ ഓടിക്കാൻ അറിയാവോടോ? അപ്പച്ച, ദൈവത്തെ ഓർത്ത് അലമ്പുണ്ടാക്കരുത്. ഞങ്ങൾ പരിപാടി ഒന്ന് നടത്തിക്കോട്ടെ. അതെല്ലാം പറയാം. നമ്മുടെ കമ്മിറ്റിക്കാർ ഒന്ന് ഡീൽ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ പറയാം കേട്ടോ. അടുത്തതായിട്ട് ഒരു ഗ്രൂപ്പ് എൻട്രി ആണ്. ഗ്രൂപ്പ് എൻട്രിക്കുള്ള കുട്ടികൾ കടന്നു വരിക. ജോനാഫിയ, ജയ് കാൻറ്റസ. നല്ല കയ്യടി. നിങ്ങളുടെ കയ്യടി വേണം. ഈ കുട്ടികൾ ഇത്രയും പാടുപെട്ട് ചെയ്യുമ്പോൾ. ജയ് കാൻറ്റസ, ഡാനിയ നെസ്ര, എബേസ് ആൻഡ് എവലിൻ, പ്ലീസ്.
മോളിങ്ങി നീ ഈ അപ്പച്ചൻ്റെ അടുത്തോട്ട് മാറിന്നോ. ഇവിടെ എന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് കുഴപ്പമില്ല. അതാ ആയിട്ടല്ല പറയാൻ കേട്ടോ, എന്തോ വഴിമാറി വന്നാ, ക്ഷമിച്ചേക്കാം. ഓക്കെ, നല്ലൊരു കയ്യടി. താങ്ക് യു. ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത് മോനെ മുണ്ടു വീടാ. നമ്മൾ ഇവരുടെ പ്രായം കണക്കാക്കണം, ഇവർ പെർഫോം ചെയ്ത് കണക്കാക്കണം. നമ്മൾ ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പ്ലീസ്. അടുത്തതായി ഇയോബ് ജിറ്റു ആൻഡ് എരണ്യ ജിറ്റു. ആദം ആൻഡ് ഹൗവ. നിങ്ങൾ അവളുടെ പ്രായം ഒന്ന് നോക്കിക്കേ, ഒരു കയ്യടി കൊടുക്കേ. Garden of Eden, Adam and Eve lived happily with God. They had trees with yummy fruit, soft animals, and sunshine every day. God gave them one rule: you can eat from any tree except one. It was the tree of the knowledge of good and evil. A sneaky snake slithered up to Eve. He said, "Did God really say you can't eat this fruit?" Eve looked at the fruit. It was shiny, sweet looking, and she was curious. So she reached out and took a bite. Then Adam did too. Right after they ate it, everything changed. They felt strange inside. They realized they had disobeyed God. So they tried to hide, but you can't hide from God. God came walking in the garden. He asked, "Did you eat from the tree?" Adam and Eve told the truth. Yes, they had made a mistake. God still loved them. But there were consequences. They had to leave the garden. But guess what? God had a plan to save the world one day. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അടുത്തത് മറിയം അജി ആസ് എ ഫെയറി. രണ്ട് കുട്ടികൾ ഒരുമിച്ച് സ്റ്റേജിലാണ്. ഏയ് 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 ഓക്കെ, താങ്ക് യു മഞ്ജു ആൻഡ് മറിയം. ഈ കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പച്ചൻ കമന്റടി തുടങ്ങിയിട്ടുണ്ട്. അപ്പച്ചനെ ഇതിനെ കൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മരുന്ന് വല്ലതും കൊടുക്കാൻ സമയമെങ്കിലും ഒന്ന് വന്ന് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇച്ചിരി അലമ്പാവുന്നുണ്ട്. അപ്പച്ചൻ ഇച്ചിരി നഗ്നതാ പ്രദർശനമൊക്കെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് നോക്കാതിരിക്കുക. പ്രായമല്ലേ മക്കളെ, കണ്ണൊന്നും കാണത്തില്ലേ? അതെ, വളരെ നല്ലതായിരുന്നു. ഈ കുട്ടികൾ നമ്മൾ അവർക്കൊരു പ്രിലിമിനറി അവസരം കൊടുക്കുകയാണ്. അവരെ ഒരു സ്റ്റേജ് ഫിയർ മാറാനും നമ്മുടെ കുടുംബക്കാരുടെ മുന്നിൽ അവർക്ക് കയറാം സ്വാതന്ത്ര്യത്തോടെ. അതുകൊണ്ടാണ് ഇവരെല്ലാം മുന്നോട്ട് വരുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനം തുടർന്നും വേണം. അടുത്തതായി എമ്മ ടിജോ ഒരു ചിത്രശലഭമായി. Butterfly, butterfly, butterfly. Butterfly, butterfly, butterfly. Butterfly, butterfly, butterfly. Butter, 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 butterfly. നല്ല ബുദ്ധിയാണ്. Butterfly, butterfly, butterfly. Butterfly, butterfly, butterfly. Butterfly, butterfly, butterfly. Butter, 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 butterfly. സൂപ്പർ സൂപ്പർ. താങ്ക് യു എമ്മ. നല്ല ചിത്രശലഭമാണ്.
അടുത്തതായിട്ട് നമ്മുടെ പള്ളിയിലെ ഒരു യങ്ങസ്റ്റ് ബോയ് എന്ന് പറയാം, നമ്മൾ എല്ലാവർക്കും അവസരം കൊടുക്കുവാണ്. അപ്പം നമ്മുടെ സുജിത്തിന്റെ ശ്രേയയുടെയും മകൻ അപ്പങ്ങളുടെ കൊച്ചുമോൻ കേലബ് സുജിത് ഒരു പ്രീസ്റ്റ് ആയിട്ട് ഇവിടെ വരികയാണ്. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാൻ അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാൻ അത്രത്തോളം നമ്മളെ കർത്താവ് താങ്ക് യു കേലബ്. ആ എഫോർട്ടിന് ആ ഏജിൽ അവൻ കയറി. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നല്ല പ്രകടനങ്ങൾക്കായിട്ട് ഇവിടെ കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പള്ളിയിലെ തന്നെ വേറെ ഒരു യങ് ഗേളാണ്. വളരെ അഭിമാനത്തോടെ നമ്മൾ ക്ഷണിക്കുന്നു. പുള്ളിക്കാരിക്ക് ഒരു ഇച്ചിരി സ്വാമി മയമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ക്ഷണിക്കാം കാതറിൻ മാത്യു. നാരായണ നാരായണ നാരായണ. നല്ല കയ്യടി പ്ലീസ്. സ്വാമി അമൂർത്താനന്ദമായി. ടാറ്റ ഔട്ട്. താങ്ക് യു താങ്ക് യു. ഇവിടെ നമ്മുടെ പള്ളിയിലെ പരിപാടിക്കാരോ നാരായണ എന്നൊക്കെ വിളിക്കുന്നത്. എന്റെ പൊന്നപ്പച്ച ഒന്നും ഉണ്ടായിരിക്കാവോ? അല്ല അലമ്പാണ് കേട്ടോ. ഇവിടെ അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന വേദിയാണ്. ദൈവത്തെ മതസൗഹാർദ്ദമല്ലേ ഏറ്റവും വലുത്. അടുത്തത് നമ്മുടെ ഫോമർ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നൊക്കെ അറിയപ്പെടുന്ന പ്രൈം മിനിസ്റ്റർ ആണ് വരാനുള്ളത്. In a world of power blocks, I belong to the non-aligned. In a world dominated by the affluent, I belong to a poor and developing country. In a world dominated by men, I happen to be a woman. താങ്ക് യു. അപ്പച്ചൻ എന്തോ ചോദിക്കുന്നത്? എന്താണ് അപ്പച്ചൻ പറയുന്നത്? ഒത്തിരി നാളായിട്ട് കാണാനിരുന്ന ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് അനുവദിച്ചു തരുമോ? എന്തുവാണ് പ്രശ്നം ഇവിടെ? എന്തുവാ അത്? പിള്ളേർ ഫാൻസി ഡ്രസ്സിന് വന്ന ഇന്ദിരാഗാന്ധി അല്ല? എന്താ പ്രശ്നം? അല്ല, ഒരു കക്കൂസിന്റെ അപേക്ഷ കൊടുത്തിട്ട് കുറച്ചുകളായി. അദ്ദേഹത്തിന് കക്കൂസിന്റെ അപേക്ഷ മരിച്ചുപോയ പ്രധാനമന്ത്രിക്ക് കൊടുക്കാനിരിക്കുന്നു. ഇയാളെ ഒന്ന് കൊണ്ടുപോവോ പ്ലീസ്? നിങ്ങൾക്കുള്ള മറുപടി കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇറങ്ങി പോകുമ്പോ പറയും കേട്ടോ. ഓക്കെ, താങ്ക് യു. നല്ല കയ്യടി. അടുത്തതായി മന്നാരാജൻ പ്ലീസ്. ഒരു നമ്മുടെ നാട്ടിലെ ഒരു അമ്മച്ചിയായിട്ടാണ് റിയ വന്നിരിക്കുന്നത്. ഈ വേഷത്തിന്റെ പേരാണ് ചട്ടയും മുണ്ടും. ഇതാണ് മുണ്ട്, ഇതാണ് ചട്ട, ഇതാണ് കുണുക്ക്, ഇതാണ് കവനി, ഇതിനൊരു ഞൊരയുമുണ്ട്. ഈ സാരിയും ചുടരക്കോട് ഫാഷൻ അല്ലേ? ചട്ടയും മുണ്ടിട്ട് അമ്മച്ചിനെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഓ, സമയമായി അമ്മച്ചിക്ക് പഴയ പോവാൻ. അപ്പച്ചൻ വിളിക്കുന്നു. കേട്ടില്ല എന്നാ പറഞ്ഞേ? അല്ല, ഒത്തിരി നാളായി കണ്ടിട്ട്. ഇത് അമ്മച്ചി, ഇത് അപ്പച്ചൻ ഉപയോഗിച്ച അമ്മച്ചി അല്ല, ഇത് വേറെ അമ്മച്ചിയാ കേട്ടോ. കളവൻ പ്രശ്നം കേട്ടോ. അടുത്ത ആളെ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും വരണ്ടേ വരും. ഓക്കെ, അടുത്തതായി നമ്മുടെ ഹിൻഡോയുടെ മോനാണ് ഫെലിക്സ് ഹിൻഡോ. ഹിൻഡോയെ പോലെ തന്നെ സ്വഭാവമുള്ള ഒരു പുണ്യാളനായിട്ടാണ് വരുന്നത്. ഒരു നല്ല കൈയടി. നല്ല കൈയടി പ്ലീസ്.
താങ്ക് യു ഫെലിക്സ്. അടുത്തതൊരു ഗ്രൂപ്പ് എൻട്രി ആണ്. ആഡം രാജൻ, ജോൺ മനു, ഫെലിക്സ് ജിനു, എറിക് ജിനു. നമ്മുടെ എല്ലാവരുടെയും പിള്ളേരുടെയൊക്കെ ഹരമാണ് ഈ സ്പോർട്സ്. അവർ ഭാവിയിൽ ഒരു നല്ല സ്പോർട്സ് പ്ലെയർ ആകട്ടെ നമുക്ക് ആശംസിക്കാം. അവർ ഒരു കൂട്ടം ഫുട്ബോൾ പ്ലെയേഴ്സ് ആണ് ഇവിടെ വരുന്നത്. കമോൺ. താങ്ക് യു ബോയ്സ്, താങ്ക് യു. ഞങ്ങൾക്ക് അപ്പച്ചൻ ഒരു ചെറിയ ഫുട്ബോൾ പ്ലെയർ കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ, അപ്പച്ചൻ ഇച്ചിരി സ്കിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി ഡാനി സുനോജ് ആൻഡ് ജേഡൻ പ്രിൻസി ആണ് വരുന്നത്. കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണം. മാറിയോടാ. താങ്ക് യു ഡാനി ആൻഡ് ജേഡൻ. അപ്പച്ചൻ എന്തോ പറഞ്ഞില്ല, എന്താ അപ്പച്ച? അല്ല, ഇവന്റെ നടുവും ഡുളുക്ക് മാറിയെന്ന് വടം വലിക്കാൻ പോയിട്ട്. ഓക്കെ, അടുത്തതായി സ്റ്റേജിലേക്ക് വരുന്നത് അഡോൺ സുനോജ് ആണ്. പുള്ളി നമുക്കെല്ലാം പ്രിയങ്കരനായ ഒരു സിനിമ ആക്ടറിന്റെ കൊച്ചുമോനായിട്ടാണ് വരുന്നത്. ഗ്രാൻഡ് സൺ ഓഫ് വാറുണ്ണി ഈ പുള്ളിയെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പേര്? വാറുണ്ണി. എടാ കൊച്ചനെ, നിന്റെ അപ്പനെ എനിക്കറിയാം. അവന് കുളിയെന്ന് അറിയുന്നില്ല, നീ കുളിക്കാൻ നനയ്ക്കൊക്കെ ഉണ്ടോ? അപ്പച്ചനൊന്ന് താങ്ങിയല്ലോ. താങ്ക് യു. അടുത്തത് നമുക്കെല്ലാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പക്കാർക്കെല്ലാം ഭയങ്കര ആവേശമായ ഒരു ക്യാരക്ടർ ഫഹദ് ഫാസിൽ ചെയ്തു. അതിൻ്റെ ഒരു റീക്രിയേഷൻ ആണ്.
ആ ക്യാരക്ടറിന് തന്നെ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ആവേശമുണ്ട്. അപ്പൊ നമ്മുടെ ആവേശത്തിലെ നമ്മുടെ രംഗണ്ണൻ മ്യൂസിക് പ്ലേസ്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണ്ട കേട്ടോ. നല്ല കയ്യടി. മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. ഒരു സൽപുത്രൻ പിറന്നട പണ്ട് അധ്യായം തുടക്കമായെന്ന് സന്തോഷം പിറന്ന പാട്ട് വന്ദിച്ചാറ് കോപം കൊണ്ട വേറാരും വേണ്ടി ആഘോഷം പ്രകമ്പനം ആഹാർമാദം ആർക്കും ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. എരിയട്ടെ തിരികൾ ഉരുകട്ടെ മെഴുക് വളരട്ടെ വയസ്സ് എണ്ണി തളര് പൊടിതട്ട മുഖമേ ഇരുകണ്ണിൽ അഴകേ പുരുഷത്വം തികവേ കാലം നീ വാഴ് കടലും കരയും ഇന്നിളക്കമല്ലേ സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ താങ്ക് യു രംഗണ്ണ, താങ്ക് യു. എടാ മോനെ അവനങ്ങ് പോയോ? കേട്ടില്ല. എന്താ? അവനങ്ങ് പോയോ? അവൻ പോയി. അവന്റെ മുന്നിൽ പെടണ്ട, വെറുതെ കീറുകൊള്ളൂ. അവിടെ മിണ്ടായിരുന്നോ? മോനെ ബോധമില്ലാത്തവന് ആണോ? പണ്ട് അവന്റെ കഴുത്താ കിടക്കുന്ന മുക്കോട്ടാന്നോ ചോദിച്ചേനെ വാളും കൊണ്ട് വെട്ടി പിരുത്താൻ വന്നവൻ. അതുകൊണ്ട് മിണ്ടായിരുന്നു അപ്പച്ചന് ഇവിടെ. ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ ഇവിടെ കരളി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നല്ല കയ്യടി ഇവാന്. അടുത്തതായി ഒരു ഗ്രൂപ്പ് എൻട്രി ആണ്. നമ്മുടെ ലിയോൺ ടിജു, ഹാരൻ ലാലു, നെയ്തൻ ബിലു. നമുക്കെല്ലാം അറിയാം, കള്ളന്മാരുടെ ശല്യം കൂടി വരുന്ന സമയത്ത് പണ്ടൊരു സിനിമയിൽ ഒരു അപ്പനും മക്കളുടെ മോഷണം നിർത്തിയ കഥയുണ്ട്. അത് വീണ്ടും നിങ്ങളുടെ മുന്നിൽ റീ എൻട്രി ആയിട്ട് വരുന്നു. കടന്നു വരുന്നു തൊമ്മനും മക്കളും. അതായത് ഞങ്ങള് കട്ടുമോട്ടിച്ചൊക്കെ ജീവിച്ചിരുന്നവരാണ്. കള്ളം തൊമ്മനും മക്കളും ഫേമസ് ആണല്ലോ. പക്ഷെ ഞങ്ങൾ ഇപ്പൊ നടത്തിയ ഈ ചവിട്ട് നാടകത്തിന്റെ അർത്ഥത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തി. ഈ തൊമ്മനും മക്കളും ഇന്നത്തോടുകൂടി നൈറ്റ് ഡ്യൂട്ടി നിർത്തി. അതായത് തൊമ്മനും മക്കളും എന്നേക്കുമായി മോഷണം നിർത്തി. ഇനി എല്ലാവർക്കും മനസമാനത്തോടെ കിടന്ന് ഉറങ്ങാം. വെറുതെ TV സീരിയലിട്ട് നേരം കളയാതെ വല്ല സെക്കൻഡ് ഷോക്കൊക്കെ പോന്നേ. സുലേ എന്നെ കൂടെ കൂട്ടത്തിൽ കൂട്ടാമോ? ഇപ്പൊ നിർത്തരുത്, സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയാ. കണ്ടോ, മോഷണം നിർത്തുന്നവരോട് നിർത്തരുതെന്ന് പറയുകയാണ് കിളവൻ കള്ളനാണെന്ന് കേട്ടോ. താങ്ക് യു. അപ്പച്ചനെ ഞാൻ മാറ്റിക്കോളാം മക്കൾ. താങ്ക് യു വെരി മച്ച്. ഒരു നല്ല വഴി പറഞ്ഞു കൊടുത്താൽ അതൊന്ന് സ്വീകരിക്കടാ. അടുത്തതായി നമ്മുടെ എലോണ ജിബു, സാറ മനു, ബിയോണ ബിനോജ്. നമ്മുടെ ഒരു മതസൗഹാർദ്ദം കാണിക്കുവാനായി ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം വധുക്കളായി ഇന്ത്യയിലെ ഒരു മൾട്ടി കൾച്ചറൽ കാണിക്കാനായിട്ട് അവർ കടന്നു വരുന്നു. സോ പ്ലീസ് എലോണ ജിബു, സാറ മനു ആൻഡ് ബിയോണ ബിനോജ്. ഇതിന്റെ ഫോളോഡ് ബൈ നിങ്ങളുടെ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറേണ്ടതാണ്. താങ്ക് യു.
താങ്ക് യു ബോയ്സ് ആൻഡ് ഗേൾസ്.